ഗൈസ്, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോറിലേഷൻ അനാലിസിസിൽ നിന്നും 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. സോ 5 ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണുള്ളത്. സോ അതെന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുകയും ചെയ്യാം കേട്ടോ. സോ നമ്മളുടെ ഫസ്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതായത് ഇഫ് ടു വേരിയബിൾസ് ആർ മൂവിങ് ടുഗെദർ ഇൻ സെയിം ഡയറക്ഷൻ ദെൻ ദ കോറിലേഷൻ ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് 2 വേരിയബിൾസ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് yield ഓഫ് ക്രോപ്പ്. അതായത് ഫെർട്ടിലൈസേഴ്സ്, അതായത് കീടനാശിനികളുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തും കൂടും, ഇതിന്റെ yield ഓഫ് ക്രോപ്പ്, അതായത് നമ്മുടെ വിളവും കൂടും അല്ലെ. നമ്മുടെ കീടനാശിനി ഉപയോഗിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് വിളവ് കൂടും, ഇത് കൂടുന്നതിനനുസരിച്ച് ഇതും കൂടും. അപ്പൊ രണ്ടും മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതെന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെന്താണ്? ഇതും പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇതാ നോക്കിയേ, ഇതിന്റെ ഗ്രാഫും വരച്ചു വെക്കണം, അവർ കറക്റ്റ് ആയിട്ട് തരും. ഇതിന്റെ ഡെഫിനിഷൻ, എക്സാമ്പിൾ, ഗ്രാഫ് ഇത് വരച്ചു വെച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യും, മുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ പോയിന്റ്സ് പോവുക. അപ്പൊ 2 വേരിയബിൾസ് ആർ മൂവിങ് ഇൻ സെയിം ഡയറക്ഷൻ ദെൻ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു, അതിന്റെ ഗ്രാഫും പറഞ്ഞു. അതുപോലെ തന്നെ അതാ നോക്കി, നെഗറ്റീവ് കോറിലേഷൻ. ഇഫ് 2 വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആണ് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഇത് നെഗറ്റീവ് കോറിലേഷൻ ആണ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് ആൻഡ് ഗുഡ് ഹെൽത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സ്മോക്കിംഗ് കൂടുന്നതിനനുസരിച്ച് ഗുഡ് ഹെൽത്ത് കുറയും, സ്മോക്കിംഗ് കൂടുന്നതിനനുസരിച്ച് ഗുഡ് ഹെൽത്ത് കുറയും. അല്ലെങ്കിൽ ടൈം ഓൺ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, സ്റ്റഡി ചെയ്യാനുള്ള ടൈം കുറയും. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ്. അപ്പോൾ 2 വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, അത് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാ. ആൻഡ് അതിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെ താഴോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് പോകുന്നത്, അതിന്റെ ഗ്രാഫ് പോകുന്നത്. റെഡി? ഇനി അടുത്ത നോക്കിയേ, നോ കോറിലേഷൻ. എന്താണ് ഈ നോ കോറിലേഷൻ എന്ന് പറയുന്നത്? ഇഫ് 2 വേരിയബിൾസ് ഹാവ് നോ റിലേഷൻ ദെൻ നോ അസോസിയേഷൻ ഓർ നോ റിലേഷൻ ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോ കോറിലേഷൻ. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, സീറോ കോറിലേഷൻ എന്നും പറയാൻ പറ്റും. അതായത് നമ്മളുടെ 2 വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ, ഇഫ് ദർ ഈസ് നോ അസോസിയേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ദെൻ there is a no correlation. അതായത് എമൗണ്ട് ഓഫ് റെയിൻഫോൾ ആൻഡ് സ്കോർസ് ഇൻ എക്സാം. അതായത് ഇന്ന് മഴ ചെയ്തുകൊണ്ടാണ് എൻ്റെ നാളത്തെ എക്സാമിൻ്റെ മാർക്ക് കുറഞ്ഞതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ മഴയും സ്കോർ ഇൻ എക്സാമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇനി വേറെ നോക്ക്, ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻറ്റ്. അതായത് ഹൈറ്റ് കൂടിയ ആൾ ഇൻ്റലിജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഹൈറ്റും ഇൻ്റലിജൻസും തമ്മിൽ ഒരു അസോസിയേഷനും ഇല്ല, ഒരു ബന്ധവും ഇല്ല, ഒരു റിലേഷനും ഇല്ല. അങ്ങനെ ഒരു ബന്ധവും ഒരു റിലേഷനും ഒരു അസോസിയേഷനും ഇല്ലെങ്കിൽ ആ വേരിയബിൾസിനെ പറയുന്ന പേരാണ്, ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ പറയുന്ന പേരാണ്, ഡിഗ്രി ഓഫ് റിലേഷനെ പറയുന്ന പേരാണ് എന്ത്, നമ്മളുടെ നോ കോറിലേഷൻ അല്ലെങ്കിൽ സീറോ കോറിലേഷൻ. അതിന്റെ ഗ്രാഫ് ഇതുപോലെയാണ് ഉണ്ടാവുക, ഫുൾ സ്പ്രെഡഡ് ആയിരിക്കും, അങ്ങനെ ഒരു ഡയറക്ഷനിലേക്കൊന്നും പോകുന്നുണ്ടാവില്ല. ആൻഡ് ഇതിന്റെ അവസാനത്തിൽ 2 കോറിലേഷൻ കൂടി ഉണ്ട്. ആ 2 കോറിലേഷനാണ് പെർഫെക്റ്റ് കോറിലേഷൻ. അതായത് പെർഫെക്റ്റ് കോറിലേഷനിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും. അതായത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നിങ്ങൾ കേൾക്കല്ലേ, അതായത് നേർ അനുപാതത്തിലാണ്. ഈ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് വിപരീത അനുപാതം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് കേൾക്കല്ലേ, അതാണ് ആള്. അതായത് the variables are directly proportional to each other then it is called എന്തായിരിക്കും, നമ്മളുടെ perfect positive correlation. and നമ്മളുടെ variables are inversely proportional to each other ആണെങ്കിൽ then it is called എന്ത്, നമ്മളുടെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇതിന് എക്സാമ്പിൾ ആണ് റേഡിയസും ഏരിയ ഓഫ് സർക്കിളും കറക്റ്റ് ആയിട്ട് കൂടിക്കൊണ്ട്, റേഡിയസ് കൂടുന്നതിനനുസരിച്ച് കറക്റ്റ് ആയിട്ടായിരിക്കും ഏരിയ കൂടുന്നത്. പക്ഷെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ഹൈറ്റും വെയിറ്റും കൂടുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു പ്രൊപ്പോർഷണലിലൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് ഇത് കൂടുമ്പോൾ ഇത് ഏകദേശം കൂടുന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു റേഡിയസും ഏരിയയും എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആയിട്ട് ഒരു പ്രൊപ്പോർഷനിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, ഒരു അനുപാതത്തിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പ്രഷർ ആൻഡ് വോളിയം, പ്രഷർ കൂടുന്നതിനനുസരിച്ച് കറക്റ്റ് ആയിട്ടാണ് വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതെന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ 5 കോറിലേഷൻ്റെ ടൈപ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വെറുതെ ഒഴിവാക്കി വിടണ്ട. നിങ്ങളോട് ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിക്കുക. അതിൽ പ്രധാനപ്പെട്ടത് ഓരോ കോറിലേഷൻ്റെയും ഡെഫിനിഷൻ അറിയണം, എക്സാമ്പിൾസ് അറിയണം, അതിന്റെ ഗ്രാഫ് അറിയണം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. സോ 5 കോറിലേഷൻ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.